പേടിക്കണ്ട, നമ്മൾ നോക്കിക്കോളൂ. എനിക്കറിയാം നമ്മൾ ചെയ്യുമെന്ന്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് നോക്കേണ്ടി വന്നാലോ? വേണ്ടി വരില്ല. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മീര, ആരവ് എന്നീ ദമ്പതികൾക്കൊപ്പം ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യും. ഈ ഗെയിമിന്റെ പേര് ഹൂ ഹോൾഡ്സ് ദ കീസം ആണ്. താക്കോൽ വീടിന്റെ അല്ല, പണത്തിന്റെയാണ്. നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ യെസ് കാണിക്കണം, നോ ആണെങ്കിൽ നോ കാണിക്കണം. ഇതിൽ ജയപരാജയങ്ങളില്ല. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അടുത്തത് ചോദ്യം നമ്പർ 1. നിങ്ങളുടെ പങ്കാളിയുടെ ശമ്പളം കൃത്യമായി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചോദ്യം നമ്പർ 2. ഏത് ലോണാണ് നിലവിലുള്ളതെന്നും എത്ര ബാക്കിയുണ്ടെന്നും ഏത് തീയതിയിലാണ് EMI പോകുന്നതെന്നും അറിയാമോ? ചോദ്യം നമ്പർ 3. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ടേം ഇൻഷുറൻസ് ഉണ്ടോ എന്നും നോമിനി ആരാണെന്നും നിങ്ങൾക്കറിയാമോ? ചോദ്യം നമ്പർ 4. നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റുകളും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു യാദൃച്ഛികതയല്ല. പല ദമ്പതികളിലും ഇത് സാധാരണമാണ്. ഇതിൽ ആരുടെയും തെറ്റില്ല. പക്ഷെ എന്റെ എല്ലാ ഉത്തരങ്ങളും നോ എന്നായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയില്ല. എല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നോണ്ട് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ എല്ലാം ഞാൻ എന്റെ മനസ്സിൽ പൂട്ടി വെച്ചിരിക്കുകയാകും. അങ്ങനെയും സംഭവിക്കാം. നോക്കൂ, പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കപ്പിൾ മണി റീസെറ്റ് സെഷൻ ചെയ്യാവുന്നതാണ്. അതെ, ചെയ്യാം. കാരണം സത്യം പറഞ്ഞാൽ നാളെ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വീടെങ്കിലും മുന്നോട്ട് പോകുമെന്ന ചോദ്യം എന്നെ ഭയപ്പെടുത്തുന്നു. തീർച്ചയായും 3 പ്രധാന വിഷയങ്ങൾ കവർ ചെയ്യും. ഒന്നാമത്തേത് ശമ്പളം നിന്നാൽ, രണ്ടാമത്തേത് നമ്മളിൽ ഒരാൾ ഇല്ലാന്നായാൽ, മൂന്നാമത്തേത് ആരുടെ പിൻബലത്തിലാണ് ദീർഘകാല സ്വപ്നങ്ങൾ നിലനിൽക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബക്കറ്റുകൾ അറിയാം. ശമ്പളം ഇന്ന് നിന്നാൽ എന്ന ഈ ബക്കറ്റ് ദീർഘകാല പ്ലാനിങ്ങിനെ കുറിച്ചല്ല. ഇത് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ഇനി എത്ര പെട്ടെന്ന് ഭയം തുടങ്ങുമെന്ന്. ആരൻ, നാളെ മുതൽ നിന്റെ ശമ്പളം പെട്ടെന്ന് നിന്നു എന്ന് കരുതുക. ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ, ലോൺ എടുക്കാതെ, ആരോടും ചോദിക്കാതെ എത്ര മാസം നിനക്ക് വീട് കൊണ്ടുപോകാനാകും? സത്യം പറഞ്ഞാൽ 4-5 ആയിക്കാം. നമ്മൾ കൂടുതൽ സുരക്ഷിതരാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കൃത്യമായ കണക്ക് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. മിക്ക ദമ്പതികളും ഈ തെറ്റ് ചെയ്യുന്നു. വികാരങ്ങൾ നോക്കിയാണ് പോകുന്നത്, അല്ലാതെ നമ്പറുകളല്ല. അപ്പോൾ ഈ ബക്കറ്റ് പ്രധാനമായും പറയുന്നത് എത്ര സമയത്തിന് ശേഷം നമ്മുടെ ടെൻഷൻ യഥാർത്ഥ പരിഭ്രാന്തിയായി മാറുമെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രതിമാസ ആവശ്യങ്ങൾ, അതായത് എല്ലാ ചെലവുകളും കൂട്ടി ഏകദേശം എത്ര വരും? ഏകദേശം 80,000. വേറെ എന്തെങ്കിലും ബാക്കപ്പ് ഇൻകം പ്ലാൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ വരുമാനമൊന്നും ഇല്ലാതെ 6 മാസത്തെ ചിലവ് 4.8 ലക്ഷം രൂപ വരും. ഈ 4-5 മാസം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതിനുശേഷം എന്ത് സംഭവിക്കും? ബക്കറ്റ് 1ന്റെ ലക്ഷ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ്. ഇത് കുറഞ്ഞാൽ അപകടമാണ്, കൂടിയാൽ അതൊരു ബോണസും. ഇനി വരുന്നത് ബക്കറ്റ് 2. ഇത് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരാൾ. ഈ ബക്കറ്റ് മാസങ്ങളെ അല്ല, വർഷങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരവില്ലെങ്കിൽ വൈകാരികമായി മാത്രമല്ല, സാമ്പത്തികമായും എനിക്കെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന്. പിന്നെ മീരയില്ലെങ്കിൽ വീട്, മാതാപിതാക്കൾ, ഭാവി ഇവയുടെ എല്ലാം ഭാരം പെട്ടെന്ന് എന്റെ തലയിൽ വരും. അതുകൊണ്ടാണ് ഇവിടുത്തെ കണക്കുകൂട്ടലുകൾ വ്യത്യസ്തമാകുന്നത്. അതെ, ചിലവുകൾ പ്രതിമാസം 80,000 രൂപ. അപ്പോൾ വർഷത്തിൽ ഏകദേശം 9.6 ലക്ഷം വരും. ഇനി നിങ്ങളുടെ കുടുംബം നിങ്ങളെ ആശ്രയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഇതിനെ ഗുണിക്കുക. ഒരു 20 വർഷം എണ്ണം വരില്ല. അതായത് 9.6 ലക്ഷം × 20 എന്നത് ഏകദേശം 1.9 കോടി വരും. ശരിയാണ്. പക്ഷേ ഇത് വീട് കൊണ്ടുപോകുന്നതിനുള്ള തുക മാത്രമാണ്. ഇനി ബാക്കിയുള്ള ലോണുകൾ കൂടി ഇതിലേക്ക് ചേർക്കുക. ലോണുകളെല്ലാം കൂടി ഏകദേശം 50 ലക്ഷം വരും. അതുകൊണ്ട് യഥാർത്ഥ പ്രൊട്ടക്ഷൻ സംഖ്യ വരുന്നത് 2.4 കോടിക്കടുത്താണ്. ഇനി ഇതിൽ നിന്നും നിലവിലുള്ള സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും കുറയ്ക്കുക. ഒരു 20 ലക്ഷം രൂപ എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ആകെ കവറേജ് ആവശ്യം 1.9 പ്ലസ് 0.5 കോടി മൈനസ് 20 ലക്ഷം, അതായത് 2.2 കോടി രൂപ. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലുള്ള ഭാവി ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതും ഇതിൽ ചേർക്കുക. ഒരു 80 ലക്ഷം രൂപ എന്ന് കരുതുക. അപ്പോൾ 2.2 കോടി പ്ലസ് 80 ലക്ഷം, 3 കോടി രൂപ. ഇത് കേൾക്കുമ്പോൾ വളരെ ഗൗരവമുള്ളതായി തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊരു വെറും യാദൃശ്ചികതയാണെന്ന് തോന്നുന്നില്ല. ഇതൊരു ഭയമല്ല, വ്യക്തതയാണ്. ഇനി നമുക്ക് അടുത്തതായി 3ാമത്തെ ബക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ 2 പേരുടെയും റിട്ടയർമെന്റ് സങ്കല്പം എന്താണ്? യാത്ര, മാതാപിതാക്കളെ സഹായിക്കൽ, കുട്ടികൾക്കായുള്ള സീഡ് ഫണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോളിഡേ ഹോം. ഞങ്ങൾ ഗോവയിലോ യൂറോപ്പിലോ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിട്ടയർമെന്റിനെ കുറിച്ച് വളരെ ലാഘവത്തോടെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ സ്വപ്നങ്ങളെല്ലാം എന്തിന്റെ പിൻബലത്തിലാണ് നിലനിൽക്കുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കൃത്യമായി. ചോദ്യവും അത് തന്നെയാണ്. ഈ സ്വപ്നങ്ങൾ മാർക്കറ്റ് ലിങ്ക് സേവിങ്സിനെ മാത്രമാണോ ആശ്രയിക്കുന്നത്, അതോ ഗ്യാരണ്ടി പ്രൊട്ടക്ഷൻ പിൻബലമുണ്ടോ? മാർക്കറ്റ് ഇടിയുകയോ വരുമാനം നിലയ്ക്കുകയോ ചെയ്താൽ സ്വപ്നങ്ങൾ തകരുമോ, അതോ സ്ഥിരമായ പിന്തുണയുണ്ടാകുമോ? നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര പണം ലഭിക്കും? ഏതൊക്കെ ലോണുകൾ ക്ലോസ് ആകും?
എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയും. നോക്കൂ, അതുകൊണ്ടാണ് എൻ്റെ എല്ലാ ക്ലയൻസിനോടും പ്രോമിസസ് ഫോർ എവറിനെ കുറിച്ച് പറയുന്നത്. ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ മാപ്പാണ്. ഇതിലെ ഫോം ഡൗൺലോഡ് ചെയ്ത് പാസ്വേഡ് സുരക്ഷിതമാക്കി എല്ലാ പോളിസികളെയും, ടേം, ഹെൽത്ത്, സേവിങ്സ്, ലോണുകളെയും കുറിച്ച് എഴുതുക. എത്ര കുടിശ്ശികയുണ്ട്, എന്ത് പ്രൊട്ടക്ഷൻ ആണുള്ളത് എന്ന് രേഖപ്പെടുത്തുക. ബാങ്ക് അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ, നോമിനികൾ, അഡ്വൈസർമാർ, കമ്പനികൾ, ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയ പ്രധാന കോൺടാക്ട് നമ്പറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തുക. നാളെ ഞാൻ ഇല്ലാതായാൽ മീനയ്ക്ക് ഈ ബുക്ക് തള്ളുന്ന ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. ജീവിതം ഏറ്റവും ആശയക്കുഴപ്പത്തിലാകുമ്പോൾ ഈ ബുക്ക് വ്യക്തത നൽകുന്നു. ഇതൊരു ഡയറി മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുടുംബത്തിനുള്ള ഒരു പ്രണയലേഖനമാണ്. തീർച്ചയായും. ഇൻഷുറൻസും ഡോക്യുമെന്റേഷനും ബോറല്ല, ഇതൊരു പുതിയ ലവ് ലാംഗ്വേജ് ആണ്. ഇതിനുശേഷം നമുക്ക് സാധാരണയായി 2 പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്പർ 1, ഡോക്യുമെന്റ്സ് ഫോൾഡർ റെഡിയാക്കി വെക്കുക. ഒന്ന് ഫിസിക്കൽ ഫയലും ഒന്ന് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഡിജിറ്റൽ ഫോൾഡറും ഉണ്ടായിരിക്കണം. നമ്പർ 2, ഒരു പേജ് ചീറ്റ് ഷീറ്റ് ഉണ്ടാക്കുക. ആരവില്ലെങ്കിൽ, മീര ഇല്ലെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്, ഏതൊക്കെ ക്ലെയിമുകൾ ഫയൽ ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ഏത് ബാങ്കിലാണുള്ളത് എന്നിങ്ങനെ എല്ലാം അതിൽ എഴുതിയിരിക്കണം. ഒരു മാസത്തിന് ശേഷം വീണ്ടും ഇരുന്ന് പരസ്പരം മുഴുവൻ സിസ്റ്റവും വിശദീകരിക്കുക. ഒരു മിനിറ്റ് പ്രസന്റേഷൻ പോലെ. എല്ലാ 2-3 വർഷം കൂടുമ്പോഴും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇൻസ്ട്രുമെന്റുകൾ റിവ്യൂ ചെയ്യുക. കവർ വാല്യൂ, പ്രീമിയം തുക എല്ലാം. എനിക്കിപ്പോൾ കപ്പിൾ ഗോൾസ് എന്ന് പറയുന്നത് വെറും മാൽഡീവ്സ്, മാച്ചിങ് ഔട്ട്ഫിറ്റുകൾ, ചിത്രങ്ങൾ എന്നിവ മാത്രമല്ല. ഈ വാഗ്ദാനങ്ങളിലെല്ലാം ഞാനും ആരവും ഒരുപോലെ ചിന്തിക്കുന്നു എന്നതാണ് എനിക്കിപ്പോൾ കപ്പിൾ ഗോൾസ്. ഞാൻ യോജിക്കുന്നു. പുതിയ കഫേകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്, റീൽസ് ഉണ്ടാക്കുന്നത് എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ പരസ്പരം ഫിനാൻഷ്യൽ സേഫ്റ്റി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ കപ്പിൾ ഗോൾസ് വെറും ഒരു ഫിൽറ്റർ മാത്രമാണ്, ഫൗണ്ടേഷൻ അല്ല. അതുകൊണ്ട് 2026 നമുക്ക് ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാം. എന്നേക്കുമായി വാഗ്ദാനങ്ങൾ നൽകി ഫ്യൂച്ചർ പ്ലാനിംഗ് ഫിക്സ് ചെയ്ത് പരസ്പരം ഒരേപോലെ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പിൾ ഫിനാൻഷ്യൽ ഗോൾ വീഡിയോകൾക്കായി കാനറ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്, പ്രോമിസസിന്റെ പാർട്ട്ണർ.